അസ്സലാമലൈക്കും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഈ പറയുന്നത് ഈ വരുന്ന ഡിസംബർ 2-ാം തീയതി നാഹൂർ സാഹിൽ അമീദ് റസൂലുള്ളാഹി റസീസിൻ്റെ കുടിയേറ്റമാണ്. പോകാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും അവിടെ എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതിനോടുകൂടി നാഹൂർ സാഹിൽ അമീദ് എന്ന റസൂലുള്ളാഹി റസീസും പൊന്നാനി കിടക്കുന്ന മാതൃതങ്ങളെ റസീസും കൂടി ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുകയുണ്ടായി. ആ സമയത്ത് രണ്ടാളും ഒരു വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാണ് കൂടിക്കാഴ്ച ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ നാഹൂർ സാഹിൽ അമീദ് റസൂലുള്ളാഹി റസീസ് മാതൃതങ്ങളോട് പറയുകയുണ്ടായി, കർക്കിടകത്തിലെ കർത്തവാവ് ശനിയാഴ്ച ദിവസം വന്നാൽ അന്ന് നമുക്ക് കൂടിക്കാഴ്ച തീരുമാനിക്കുകയും അങ്ങനെ മാതൃതങ്ങൾ റസൂലുള്ളാഹി റസീസ് ഒരു ദിവസം തട്ടിൻ്റെ മുകളിൽ വരുമ്പള്ളിൽ തട്ടിൻ്റെ മുകളിലിരിക്കുന്ന സമയത്ത് കടലിൽ കൂടി ഒരു വാഹനം വരുന്നത് കണ്ടു. അതും നാഹൂർ സാഹിൽ അമീദ് റസൂലുള്ളാഹി റസീസ് പറഞ്ഞ് കടലാസ് കൊണ്ട് കപ്പലുണ്ടാക്കി ഞാൻ വരാമെന്നാണ്. അങ്ങനെ ആ ദിവസം ശനിയാഴ്ച കർക്കിടകത്തിലെ കർത്തവാവ് ശനിയാഴ്ച ദിവസമായിരുന്നു. മാതൃതങ്ങളും നോക്കിയ ദിവസം അങ്ങനെ കപ്പൽ വരുന്നത് കണ്ട് അവിടുത്തെ മുക്രിയോട് പറഞ്ഞു. ഉടൻ തന്നെ പോയി മാതൃതങ്ങളും നാഹൂർ സാഹിൽ അമീദും റസൂലുള്ളാഹി റസീസും വാഗ്ദാനത്തിൽ അങ്ങനെ വരികയാണെങ്കിൽ അന്ന് ദിവസം പ്രസവിക്കുന്ന കുട്ടിയെ കൊണ്ട് ഞാൻ കുത്തുബോധിച്ച മഹ്ശറ പിടിപ്പിക്കാമെന്ന് വാക്ക് പറയുകയും അങ്ങനെ മാതൃതങ്ങൾ തട്ടിൻ്റെ മുകളിൽ നിന്ന് ആ കപ്പൽ വരുന്നത് കാണുകയും ആ സമയത്ത് മുക്രിയെ വിളിച്ചുകൊണ്ട് അടുത്ത വീട്ടിലെ ഗർഭിണിയായ ഒരു പെണ്ണോട് അവിടെ ചെന്ന് വീട്ടിൽ പോയി അവരെ വിളിച്ചുണർത്തി മാതൃതങ്ങൾ പ്രസവിച്ച് കുട്ടിയെ തരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിടുകയും അങ്ങനെ അവിടെ ചെന്ന് വിവരം പറയുകയും പ്രസവിച്ച കുട്ടിയെ കൊടുക്കുകയും മാതൃതങ്ങളുടെ അടുത്ത് കുട്ടിയുമായി വരുന്ന സമയത്ത് നാഹൂർ സാഹിൽ അമീദ് റസൂലുള്ളാഹി റസീസ് അവിടെ വന്ന് കയറുകയും അങ്ങനെ തന്നെ കുട്ടിയെ കൈമാറ്റം ചെയ്യുകയും ആ കുട്ടിയോട് മാതൃതങ്ങൾ റസൂലുള്ളാഹി റസീസ് മെമ്പറുടെ നിന്ന് മഹ്ശറ വിളിക്കാൻ പറയുകയും അങ്ങനെ മഹ്ശറ വിളിക്കുകയും അവർ രണ്ടാളുള്ള കൂടിക്കാഴ്ച അവിടെ വെച്ച് നടക്കുകയും ചെയ്തിരിക്കുന്നു. അത് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യത്തിൻ്റെ ഒരു വഴിയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. മഹാന്മാരുടെ ഒരു കൂടിക്കാഴ്ച. ആ മഹാന്മാരുടെ കൂടിക്കാഴ്ചയിൽ നാഹൂർ സാഹിൽ അമീദ് റസൂലുള്ളാഹി റസീസിൻ്റെ അതരത്തിൽ പോയി നമ്മളുടെ എന്ത് വിഷമം പറഞ്ഞാലും അവിടെ നിന്ന് മാറ്റിത്തരുന്നു. അതേപോലെ തന്നെ പൊന്നാനിയുള്ള മാതൃതങ്ങൾ റസൂലുള്ളാഹി റസീസ് കിടക്കുന്ന ആ പള്ളി ടിന്നുകൾ കയറ്റിയാണ് ഒരു കുണ്ടോട്ടി വേര് കൊണ്ട് കയറ്റിയ ഒരു പള്ളിയാണ്. ആയതുകൊണ്ട് നമ്മൾ ഇവരെയെല്ലാം പിൻപറ്റിക്കൊണ്ട് അഞ്ചോത്ത് നമസ്കാരം നിലനിർത്തിക്കൊണ്ട് മുന്നേറണമെന്ന് മുമ്പാക്കം പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അഞ്ചോത്ത് നമസ്കാരത്തെ കൂടെ പിടിച്ചുകൊണ്ട് നമ്മൾ മുമ്പാക്കം പോകണമെന്ന് മുഅ്മിനാത്തുകളോട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ വരുന്ന ഡിസംബർ 2-ാം തീയതിയാണ് നാഹൂർ കുടിയേറ്റം. പോകാൻ ആഗ്രഹിക്കുന്നവർ പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. പടച്ചോനെ റഹീമായ രക്ഷിതാവേ, എൻ്റെ ഈ ചെറിയ ഈ വാഗ്ദാന മുറാദുകൾ കേൾക്കുന്ന എല്ലാ മുഅ്മിനാത്തുകളെയും അവരുടെ ഹലാലായ മുറാദുകൾ നിറവേറ്റി കൊടുക്കണേ അല്ലാഹുവേ. അവർക്കും ഞങ്ങൾക്കും നാഹൂർ സാഹിൽ അമീദ് റസൂലുള്ളാഹി റസീസിൻ്റെ ഹദറത്തിലെത്തുവാനും തങ്ങളുടെ ഹദറത്തിലെത്തുവാനുള്ള തൗഫീഖും ഭാഗ്യം ഞങ്ങൾക്കും അവർക്കും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദുകൾ നിറവേറ്റണേ തമ്പുരാനെ. അനവധി രോഗങ്ങൾ കൊണ്ട് കഴിയുന്നവരാണ് റബ്ബേ, ഞങ്ങളുടെ രോഗത്തിന് ശിഫ നൽകണേ അല്ലാഹുവേ. മഹാന്മാരുടെയൊക്കെ അവർക്ക് എത്തുകൊണ്ട് അല്ലാഹുവേ, പാവികളാണ് ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹുവേ. മഹാന്മാരൊക്കെ അവർക്ക് എത്തുകൊണ്ട് ഞങ്ങൾ വന്നിട്ടില്ല വരാടി മുസീബത്ത് ഷൈത്താൻ സാജോ നിങ്ങളുടെ ചതി വഞ്ചന എന്തെല്ലാം ഉപദ്രവം ഞങ്ങൾക്കുണ്ടെങ്കിലും അതെല്ലാം ഞങ്ങളിൽ നിന്ന് തട്ടി മാറ്റി തന്നുകൊണ്ട് ഞങ്ങൾക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാഹുവേ. പുറത്ത് പറയാൻ പറ്റാത്ത പല രോഗങ്ങൾ കൊണ്ട് കഴിയുന്നവരാണ് റബ്ബേ, അവരുടെ രോഗത്തിന് ശിഫ നൽകണേ അല്ലാഹുവേ. പാവയാണ് ചോദിക്കുന്ന റബ്ബേ, ഉത്തരം നൽകണേ അല്ലാഹുവേ. ഈ ഷഹീൻ്റെ മാസമാണ് ഈ മാസത്തിന് വെള്ളിയാഴ്ച ദിവസം കൊണ്ട് ജുമാഅയുടെ മുമ്പ് ചോദിക്കണം
ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണേയുള്ളൂ. അള്ളാഹു ഈ അനവധി രോഗം കൊണ്ട് കഴിയുന്നവരുണ്ട്, രോഗത്തിന് ശിവ നൽകണേയുള്ളൂ. അള്ളാഹു എന്നുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള എല്ലാ മുനാത്തുകളും മുഖ്യങ്ങൾ ഇതിൽ മതസ്ഥരുണ്ട് റബ്ബേ, അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നിറവേറ്റി കൊടുക്കണേയുള്ളൂ. അള്ളാഹു ഏതൊരു രോഗത്തിന് ശിവ നൽകണേയുള്ളൂ. അള്ളാഹു ഈ ശരീരത്തിൻ്റെ അകത്തും പുറത്തും അള്ളാഹു ഏറിനും മര്യാദയുള്ള എല്ലാ രോഗങ്ങൾക്കും ശിവ നൽകണേയുള്ളൂ. രോഗം നൽകുന്ന അള്ളാഹു ആണെങ്കിൽ അള്ളാഹു ശിവ നൽകും. അള്ളാഹുവെ ശിവ നൽകണേയുള്ളൂ. അള്ളാഹുവെ ദുബൈയിൽ നിന്നും മറ്റുള്ള ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവെ അവരുടെയും നിങ്ങളുടെ ഹലാലായ മുറാദുകൾ നിറവേറ്റണേയുള്ളൂ. അള്ളാഹുവെ കുടുംബത്തെ ഐശ്വര്യം മറ്റും നൽകണേയുള്ളൂ. ആരോഗ്യം പ്രദാനം ചെയ്യണേയുള്ളൂ. അള്ളാഹുവെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേയുള്ളൂ. മരിക്കുന്ന സമയത്ത് അള്ളാഹുവെ പാവയായെന്നെ കാത്ത് രക്ഷിക്കണേയുള്ളൂ. അള്ളാഹുവെ പാവയായ എനിക്ക് കണക്കല്ലാത്ത മുതൽ വന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ ഉള്ളൂ. അള്ളാഹുവെ പാവയായ എനിക്ക് കണക്കല്ലാത്ത മുതൽ വന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ ഉള്ളൂ. അള്ളാഹുവെ മരിച്ചു വരുന്ന സമയത്ത് അള്ളാഹുവെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറയാനുള്ളവനാണ് റബ്ബേ. ആയതുകൊണ്ട് അള്ളാഹുവെ അവിടുത്തെ കണക്കല്ലാത്ത മുതലെൻ്റെ ഉത്തരം പറയുന്നവനായി എന്നെ പെടുത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് അള്ളാഹു ഒരു വയർ തന്ന് ഒരു വയറിലേക്കുള്ള അന്നത്തിനെ നൽകണേയുള്ളൂ. ആരോഗ്യം പ്രദാനം ചെയ്യണേയുള്ളൂ. ആഫിയത്ത് നൽകണേയുള്ളൂ. ആരോഗ്യം നൽകണേയുള്ളൂ. അള്ളാഹുവേ ഭാര്യ മക്കൾ നാലങ്ങൾ കൂട്ടകുടുംബാദികൾ ഒരുമിപ്പിച്ച് തരണേയുള്ളൂ. അള്ളാഹു ഈവരുടെയെല്ലാം കൂട്ടകുടുംബാദികൾ ഭാര്യ മക്കൾ എതിർത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവരേക്ക് നല്ല ബുദ്ധിയെ കൊടുത്ത് സൽസ്വഭാവത്തെ ഒരുമിപ്പിക്കണേയുള്ളൂ. ആരോഗ്യം നൽകണേയുള്ളൂ. ആഫിയത്ത് നൽകണേയുള്ളൂ. അള്ളാഹുവെ പാവയാണ് ദുആ ചെയ്യുന്ന റബ്ബേ, ദുആ സ്വീകരിക്കണേയുള്ളൂ. അള്ളാഹു ഈ മാസത്തിൻ്റെ ദിവസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് സമയത്തിൻ്റെ ബറക്കത്തുകൊണ്ട് ശിവ നൽകണേയുള്ളൂ. ആരോഗ്യം നൽകണേയുള്ളൂ. ആഫിയത്ത് നൽകണേയുള്ളൂ. അള്ളാഹുവെ മക്കളില്ലാത്തനവധി ആളുകളുണ്ട് റബ്ബേ, അവർക്ക് റാഹത്തായ മക്കളെ നൽകണേയുള്ളൂ. അവരുടെ ദുഃഖങ്ങൾ അകറ്റണേയുള്ളൂ. ക്യാൻസർ കൊണ്ടും ഷുഗർ കൊണ്ടും പ്രഷർ കൊണ്ടും കിഡ്നിയുടെ അസുഖം കൊണ്ടും ആസ്പത്രികളിലും വീടുകളിലും കിടക്കുന്നവരുണ്ട് റബ്ബേ. അവരെ രോഗത്തിൻ്റെ അത്രയും ശിവ നൽകണേയുള്ളൂ. ശിവ നൽകണേയുള്ളൂ. ആരോഗ്യം നൽകണേയുള്ളൂ. ആഫിയത്ത് നൽകണേയുള്ളൂ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صل عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. صلى الله على سيدنا محمد وعلى آله البيت وسلم.